മലയാളിയുടെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇത് കാണാൻ ഉമ്മൻചാണ്ടി സർ ഇല്ലല്ലോ എന്ന സങ്കടം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ച് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ സിപിഎം എന്ന എട്ടുകാലി മമ്മൂഞ്ഞ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി അദാനിയുമായി ഉണ്ടാക്കിയ വിഴിഞ്ഞം കരാർ എന്തായിരുന്നുവെന്ന് നമ്മൾ പരിശോധിച്ചാൽ പിണറായി വിജയൻ നടത്തിയ വീഴ്ചകൾ തെളിയും. 2015 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് കരാറിൽ ഒപ്പിട്ടത്. കരാർ പ്രകാരം 1460 ദിവസമാണ് പദ്ധതി പൂർത്തിയാക്കേണ്ട ദിവസം. എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രി കരാർ കമ്പനിയോട് ചോദിച്ചു, നിങ്ങൾക്ക് 1000 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന്. അന്ന് ഒരു വെല്ലുവിളിയായി ആ കരാർ കമ്പനി അത് ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന്. തുറമുഖത്തിന്റെ സൈറ്റിൽ അന്ന് 1000 എന്നൊരു ബോർഡ് വെച്ചു. കൌണ്ട് ഡൌൺ ഓരോ ദിവസവും. അടുത്ത ദിവസം 999. അങ്ങനെ ഓരോ ദിവസവും മോണിറ്റർ ചെയ്തിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഈ നടപടി മുന്നോട്ട് നീങ്ങിയത്. എന്നാൽ LDF വന്നപ്പോൾ എല്ലാം മന്ദഗതിയിലായി. 6 വർഷം വൈകിയാണ് വിഴിഞ്ഞം 1-ാം ഘട്ടം പൂർത്തിയായത്. വൈകുന്ന ഓരോ ദിവസവും 12 ലക്ഷം നഷ്ടപരിഹാരം സർക്കാരിന് നൽകണമായിരുന്നു. അതും ഈ സർക്കാർ വേണ്ടെന്ന് വെച്ചു. 2019 പൂർത്തിയാകേണ്ട ഈ പദ്ധതി ഇപ്പോൾ സ്വാഭാവികമായും പൂർത്തിയായതാണ്. 9 വർഷമായി കരാർ അനുസരിച്ചുള്ള റോഡ്, റെയിൽ കണക്ടിവിറ്റികൾ ഇതുവരെ പൂർത്തിയാക്കാനായിട്ടുമില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്യാത്തവരാണ് പദ്ധതി പൂർത്തിയായപ്പോൾ അത് കൊണ്ടുവന്ന ആളുകളെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പടമെടുത്ത് ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത്.